അയാൾ സക്കാത്ത് കൊടുക്കുവാൻ അയാൾ എത്രമാത്രം വലിയ മുതലാളിയാകണം? വമ്പൻ മുതലാളിയൊന്നും ആവേണ്ടതില്ല. നാം മനസ്സിലാക്കുക, നമ്മുടെ നാട്ടിലെ കറൻസിയെ അപേക്ഷിച്ച് കറൻസിക്ക് നമ്മൾ കിട്ടുന്ന നമ്മുടെ രൂപ, അല്ലെങ്കിൽ UAE ദിർഹം, അല്ലെങ്കിൽ മറ്റേത് രാജ്യത്തുള്ള കറൻസി ആവട്ടെ, എന്താണ് മാനദണ്ഡം? എനിക്ക് കിട്ടുന്ന വരുമാനത്തിൽ 595 ഗ്രാം വെള്ളി, ആ വെള്ളിക്ക് തുല്യമായ കറൻസി എൻ്റെ കയ്യിൽ ഒരു വർഷം തികഞ്ഞത് അഥവാ എൻ്റെ കയ്യിരിപ്പായിട്ട് ഉണ്ടെങ്കിൽ അവൻ സക്കാത്ത് കൊടുക്കാൻ ബാധ്യസ്ഥനാണ്. 595 ഗ്രാം വെള്ളി എന്ന് പറഞ്ഞാൽ 1/2 കിലോയിലപ്പുറം 600 തികയുന്നില്ല, ഏകദേശം 600 കൂട്ടിക്കോളൂ. അപ്പൊ 595 ഗ്രാം വെള്ളി എന്താണ് ഇന്നത്തെ മാർക്കറ്റ് റേറ്റ് എന്ന് നമ്മൾ നോക്കുക. ഓരോ പ്രദേശത്തുകാരും ഏതാണോ ഓരോരുത്തരുടെയും കൈകളിലെ കറൻസി എങ്കിൽ അവർ കണക്ക് കൂട്ടുക. 595 ഗ്രാം സിൽവറിന്റെ ഇന്നത്തെ മാർക്കറ്റ് റേറ്റ് എന്താണ്? അതിന് തത്തുല്യമായ കറൻസി എൻ്റെ കയ്യിൽ ഇന്ത്യൻ രൂപയാവട്ടെ, അമേരിക്കൻ ഡോളറാവട്ടെ, യൂറോ ആകട്ടെ, കുവൈത്തി ദീനാറാവട്ടെ, UAE ദിർഹമാകട്ടെ, സൗദി റിയാലാവട്ടെ, ഖത്തറി റിയാലാവട്ടെ, ഏതാവട്ടെ, എൻ്റെ അടുക്കലുണ്ടെങ്കിൽ ഞാൻ സക്കാത്ത് കൊടുക്കണം. അതെങ്ങനെ കണക്ക് കൂട്ടും? എങ്ങനെയാണ് കണക്ക് കൂട്ടേണ്ടത്? ശമ്പളം വാങ്ങുന്നവരാണ് നമ്മളിൽ എല്ലാ ആളുകളും, മിക്ക ആളുകളും ശമ്പളക്കാരാണ്. അയാൾ എന്ത് ചെയ്യണം? സക്കാത്ത് കണക്ക് കൂട്ടുവാനുള്ള ഒരു ഡേറ്റ് നമുക്കുണ്ടായിരിക്കണം. അത് ഇംഗ്ലീഷ് ഡേറ്റ് വെച്ചല്ല പ്രിയമുള്ളവരെ കണക്ക് കൂട്ടേണ്ടത്. നാം കണക്ക് കൂട്ടേണ്ടത് ഹിജറ വർഷം, ഹിജറ മാസം നോക്കിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഏത് മാസത്തിലാണ്? ഇപ്പൊ റമദാനിലാണോ കൊടുക്കാറുള്ളത്? എങ്കിൽ റമദാനിൽ. അതല്ല, ചിലർ ശവ്വാല്, ചിലർ മറ്റേതെങ്കിലും മാസങ്ങളൊക്കെ കണക്ക് കൂട്ടുന്ന ദിവസങ്ങൾ ഉണ്ടാകും. അങ്ങനെ ഓരോരുത്തർക്കും സക്കാത്ത് കണക്ക് കൂട്ടുന്നൊരു മാസവും അതിലൊരു ഡേറ്റും ഉണ്ടായിരിക്കും. ആ സമയത്ത് ഞാൻ നോക്കുകയാണ്, എൻ്റെ ഇൻകമുകളായിക്കൊണ്ട് എൻ്റെ കയ്യിൽ എന്താണുള്ളത്, എനിക്ക് സാലറി ആയിട്ട് കിട്ടിയത് എത്ര, അതുപോലെ തന്നെ എനിക്ക് വാടക ഉണ്ടോ, വാടക ഇനത്തിൽ കിട്ടുന്നത് എത്ര, അതുപോലെ തന്നെ ഞാൻ കച്ചവടം ഉദ്ദേശിച്ചുകൊണ്ട് വാങ്ങിവെച്ച ഭൂമിയുണ്ടോ, കച്ചവട ആവശ്യാർത്ഥം വാങ്ങിവെച്ചിട്ടുള്ള മറ്റ് ചരക്കുകളുണ്ടോ, ഷോപ്പിലെ മറ്റ് സാധനങ്ങളുണ്ടോ, കച്ചവടത്തിന്റെ ഉദ്ദേശാർത്ഥം വാങ്ങിവെച്ചിട്ടുള്ളത്. ഈ വിധത്തിൽ ഏതൊക്കെയാണോ തനിക്ക് വരുമാനങ്ങളായി വന്നുകൊണ്ടിരിക്കുന്നത് അതെല്ലാം കൂടി കൂട്ടിയിട്ട് നമ്മുടെ കയ്യിൽ ഇപ്പോൾ നിലവിൽ എത്ര ക്യാഷ് ഉണ്ട്, കയ്യിൽ എത്രയുണ്ട്, അതുപോലെ തന്നെ ബാങ്കിൽ എത്രയുണ്ട്, അതുപോലെ നമ്മുടേതായ സ്റ്റോക്ക് എടുക്കുമ്പോൾ കച്ചവടക്കാർക്ക് അവരുടേതായ സമ്പത്തിന്റെ അവരിന്ന് വിൽക്കുന്ന വില എത്ര, അങ്ങനെ സ്റ്റോക്ക് എടുപ്പ് നടത്തുക. ഇങ്ങനെ ഏതെല്ലാം വിധത്തിൽ നമ്മുടേതായ സക്കാത്തിലേക്ക് കണക്ക് കൂട്ടാൻ കറൻസിയായിക്കൊണ്ട് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന വരുമാനങ്ങൾ എന്തൊക്കെയുണ്ടോ അതെല്ലാം കൂടി കൂട്ടുക. അതിൻ്റെ 2.5% നമ്മൾ സക്കാത്ത് കൊടുക്കണം. അപ്പൊ നമ്മൾ ചോദിക്കും, ചെലവില്ലേ? ചെലവ് കഴിച്ചിട്ടുള്ളതല്ലേ നമ്മുടെ കയ്യിൽ ഉണ്ടാവുള്ളൂ. ഒരു കൊല്ലം കഴിഞ്ഞ് നമ്മൾ കണക്ക് നോക്കുമ്പോൾ, നമ്മൾ കണക്ക് നോക്കുന്ന മാസത്തിൽ നമ്മുടെ കൈകളിലുള്ള ബാലൻസാ നോക്കുന്നത്. അപ്പൊ ബാക്കിയുള്ളതോ ചെലവായി പോയത് ചെലവായി പോയി, അതിന് സക്കാത്തില്ലല്ലോ. ചെലവ് കഴിച്ചാണ് നമ്മുടെ കയ്യിൽ ഇപ്പൊ ഈ ക്യാഷ് ഉള്ളത്. അതാണ് ഇപ്പൊ നമ്മുടെ കയ്യിലുള്ളത് നമ്മൾ എന്ത് ചെയ്യാണ്? കൂട്ടുകയാണ്. ബാങ്ക് ബാലൻസ് ഉള്ളത് കൂട്ടുകയാണ്. കച്ചവടത്തിന് വേണ്ടി വെച്ചിട്ടുള്ള ധനം, അത് ഭൂമിയാകാം, കച്ചവടത്തിന് വെച്ചിട്ടുള്ള ഷോപ്പിലെ സാധനങ്ങളാവാം, മറ്റു കാര്യങ്ങളൊക്കെ ആവാം, അതെല്ലാം കൂടി കൂട്ടുന്നു. എന്നിട്ട് എന്ത് ചെയ്യാണ്? ഇതൊക്കെയാണ് ഇപ്പൊ നമ്മളുടെ വരുമാനങ്ങൾ. ക്യാഷായിട്ട് നമുക്ക് കിട്ടുന്ന, കറൻസി ആയിട്ട് കിട്ടുന്ന ഈ വരുമാനങ്ങൾ, ഇതെല്ലാം കൂടെ ചേർത്ത് ഇപ്പൊ എത്ര വരുന്നുണ്ട് നോക്കുക. ഞാനൊരു ഉദാഹരണം പറയട്ടെ. 1 ലക്ഷം ഉണ്ട് എന്ന് വിചാരിക്കുക. ഒരാളുടെ കയ്യിൽ 1 ലക്ഷം രൂപയുണ്ട്. 1 ലക്ഷം രൂപയുണ്ട് എന്ന് കരുതുക. ഇനി അതിന്റെ 2.5% കാണാൻ വളരെ എളുപ്പമല്ലേ? 1 ലക്ഷത്തിന് എത്ര കൊടുക്കണ്ടു? 2500 രൂപ. അതാണ് അതിന്റെ 2.5%. 1 ലക്ഷം രൂപയുണ്ടെങ്കിൽ 2500. ഇനി അതല്ല, മറ്റുള്ള എല്ലാം കൂടി പല കണക്കുകൾ. 1 ലക്ഷം ആകുമ്പോൾ കണക്ക് കൂട്ടാൻ എളുപ്പമാണ്. ആകെ കിട്ടുന്ന സംഖ്യ എത്ര ലക്ഷമാണെങ്കിലാവട്ടെ, അങ്ങനെ ആ സംഖ്യ ഇൻറ്റു, അത് നമ്മൾ ഇൻറ്റു ചെയ്യുക ഇതിനോട് 2.5, 2.5% ഇൻറ്റു. അപ്പോൾ ടോട്ടൽ നമ്മുടെ സംഖ്യ പിന്നെ ഇൻറ്റു 2.5%. നമ്മുടെ കാൽക്കുലേറ്ററുകളിൽ നിന്ന് എല്ലാവരുടെ കൈകളിലും, ഫോൺ എല്ലാവരുടെ കൈകളിലും ഉണ്ട്, എല്ലാത്തിലും കാൽക്കുലേറ്ററുകളുണ്ട്. അതിൽ നമ്മളെടുത്ത് ടോട്ടൽ കിട്ടിയ സംഖ്യ അവിടെ അങ്ങോട്ട് അടിച്ചു കൊടുക്കുക. എന്നിട്ട് ഇൻറ്റു
2.5. എന്നിട്ടോ ഹരണ ചിഹ്നം കൊടുക്കുക, ഹരിക്കണം. ആ ചിഹ്നം കൊടുത്തിട്ട് 100 ഇടുക, 100 കൊണ്ട് ഹരിക്കുക. അപ്പൊ കിട്ടുന്ന എമൗണ്ടാണ് നമ്മളെ 2.5%. അതല്ലെങ്കിൽ ഇങ്ങനെയല്ലാതെ വേറെ ഒരു എളുപ്പമാർഗമുണ്ട്, ഫോണിലൊക്കെ എളുപ്പമാണ്. ടോട്ടൽ കിട്ടുന്ന സംഖ്യ, ആ സംഖ്യയെ 40 കൊണ്ട് ഹരിക്കുക. ടോട്ടൽ കിട്ടുന്ന സംഖ്യ നമ്മുടെ ഇതിൽ കാൽക്കുലേറ്ററിൽ അവിടെ രേഖപ്പെടുത്തിയിട്ട് ആ ഹരിക്കണം എന്ന് കാണുന്ന ആ സംഖ്യ ടച്ച് ചെയ്ത് പിന്നെ 40 കൂടെ അടിച്ചു കൊടുക്കുക. പിന്നെ ഈ ഈക്വൽ ടു സമം സംഖ്യ അവിടെ വരും. അതാണ് നമ്മുടെ 2.5%. അത് നമ്മുടേതല്ല. എളുപ്പമാണ്, കണക്കൂട്ടാനൊക്കെ എളുപ്പമാണ്. നമ്മൾ സക്കാത്ത് കൊടുക്കണം. പ്രിയമുള്ളവരെ, അതിൽ നമ്മൾ അലംഭാവം വരുത്തരുത്. ചെലവുകളൊക്കെ അതിൽ നിന്ന് കിഴിക്കുക. കിട്ടാനുള്ള കടമുണ്ടോ? കിട്ടും എന്നുറപ്പുള്ള കടമാണെങ്കിൽ കൊടുക്കലാണ് സൂക്ഷ്മതക്ക് നല്ലത് എന്ന് തന്നെയാണ് ഭൂരിപക്ഷം പണ്ഡിതന്മാരും പറഞ്ഞിട്ടുള്ളത്. കിട്ടും എന്നുറപ്പുള്ള കടമാണെങ്കിൽ. കിട്ടും എന്നുറപ്പില്ലെങ്കിൽ പിന്നെ അതിനെ സംബന്ധിച്ച് നമുക്ക് അതിനെപ്പറ്റി പറയാനില്ല. അതെപ്പോഴാ കിട്ടുന്നത്? അപ്പോഴല്ലേ കൊടുക്കാൻ കഴിയുള്ളൂ. അതെപ്പോഴാ നമ്മുടെ കയ്യിൽ വരുന്നത്? അപ്പോഴല്ലേ പറ്റുള്ളൂ. അതേ അവസരത്തിൽ കടം കൊടുത്തതിന് ഏത് വിധേനയാണെങ്കിലും, കിട്ടുന്ന ഉറപ്പുള്ളതാണെങ്കിലും അല്ലെങ്കിലൊന്നും അതിന് സക്കാത്തില്ലാന്ന് അഭിപ്രായപ്പെടുന്നവരുമുണ്ട്. ഈ വിഷയത്തിലൊക്കെ വീക്ഷണ വ്യത്യാസങ്ങൾ ഈ വിഷയങ്ങളിലൊക്കെ നിലനിൽക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം.